ബ്രേക്ക്ഫാസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾക്ക്. വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റ് ഭയന്ന് ബിജെപി നേതാവ് പി.സി. ജോർജ് ഒളിവിൽ പോയി. ജോർജിനെ തിരഞ്ഞ പൂഞ്ഞാറിലെ വീട്ടിൽ ഈരാറ്റുപേട്ട പോലീസ് 2 തവണ എത്തി. ജോർജ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയെന്നാണ് സൂചന. പോലീസിന്റെ മെല്ലെപ്പോക്കിൽ വിമർശനം ഉയർന്നതോടെയാണ് ഡിജിപി അറസ്റ്റിന് നിർദ്ദേശം നൽകിയത്. അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് SDPI ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൂടുതൽ വിവരങ്ങളുമായി സാജിദ് അജ്മലും സിജോ വർഗീസും ചേരുകയാണ്. സാജിദ് അജ്മലിലേക്ക്. സാജിദ, പി.സി. ജോർജ് ഒളിവിലെന്നാണ് സൂചനയുള്ളത്. ഇനിയുള്ള പോലീസിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? ദിവ്യ, അറസ്റ്റ് ഭയന്ന് പി.സി. ജോർജ് ഒളിവിൽ പോയിരിക്കുന്നു. നമുക്കറിയാം, ചാനൽ ചർച്ചയിൽ വിദ്വേഷം വമിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ഇതേ തുടർന്ന് പിന്നീട് പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഏറ്റവും അവസാനം ഇന്നലെ ഈ ഹൈക്കോടതി ഒരു അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത രീതിയിൽ തന്നെ പറഞ്ഞു, ഈ മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല, ഈ പല തെറ്റുകൾ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതേ തുടർന്നാണ് ഈ അറസ്റ്റ് ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് പോയത്. ആദ്യം സർക്കാർ ഈ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പി.സി. ജോർജിന് പിന്നീട് വളരെ പെട്ടെന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് സർക്കാരിന് ഒരു തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലായിരുന്നു സർക്കാരും പോലീസും ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് രാവിലെ ചേർന്ന ഈ ഉന്നതതല പോലീസ് യോഗത്തിലാണ് ഈ അറസ്റ്റ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് പോയത്. ആഭ്യന്തര വകുപ്പ് അതിന് അനുമതി നൽകുകയും ചെയ്തു. ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതോടുകൂടി അറസ്റ്റ് ചെയ്യാമെന്ന നീക്കത്തിലേക്കാണ് പോയത്. അത് നേരിട്ട് അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് DGPയുടെ ഓഫീസ് നൽകിയത്. DGPയും അതുപോലെ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ താഴേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. കോട്ടയം SP ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് 2 തവണ പി.സി. ജോർജിന്റെ വീട്ടിൽ ഈ പോലീസ് സംഘം എത്തിയെങ്കിലും, ഈരാറ്റുപേട്ട പോലീസ് എത്തിയെങ്കിലും ഈ പി.സി. ജോർജിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ അറസ്റ്റ് ഭയന്ന് പി.സി. ജോർജ് ഒളിവിൽ പോയിരിക്കുകയാണ്. ഇനി പി.സി. ജോർജിനെ കണ്ടെത്തുക എന്നൊരു കാര്യത്തിലേക്കാണ് പോലീസ് പോകുന്നത്. ഇപ്പോൾ ഈ പി.സി. ജോർജ് എവിടെയെല്ലാം പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തിരക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ വീട്ടിൽ വെച്ചുകൊണ്ട് പോയി എന്നുള്ളൊരു വിവരമാണ് പുറത്ത് വരുന്നത്. എന്തായാലും ഈരാറ്റുപേട്ട പോലീസും മറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഈ വിഷയത്തിൽ പി.സി. ജോർജ് എവിടെയാണ് എന്ന വിഷയത്തിൽ ഗൗരവമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യ, ശരി, സിജോ വർഗീസ് കൂടി ചേരുന്നുണ്ട്. സിജോ, 2 തവണയാണ് ഈരാറ്റുപേട്ട പോലീസ് പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയത്. പക്ഷെ 2 തവണയും നോട്ടീസ് നൽകാൻ എത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. പി.സി. ജോർജ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്ന് തന്നെയാണോ വിവരങ്ങൾ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടി വരുന്നത്. കാരണം ഇന്ന് ഉച്ചയോടുകൂടി ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാൻ 2 തവണ എത്തുകയും ചെയ്തു. ഈ 2 തവണയും വീട്ടിൽ ഇല്ല എന്നുള്ളതാണ് വീട്ടുകാർ നൽകിയിരിക്കുന്ന ഒരു മറുപടി. എന്തായാലും ഫോൺ ലൊക്കേഷൻ ഉൾപ്പെടെ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഫോൺ വീട്ടിലുണ്ട് എന്ന് വീട്ടുകാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടേക്ക് മാറി എന്നുള്ള കാര്യത്തിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസും പി.സി. ജോർജും സ്വീകരിക്കുന്ന ഒരു നിലപാടുകളായിരിക്കും ഇനി നിർണായകമാവുക. എന്തായാലും ഈ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടുകൂടിയാണ് ഈ അറസ്റ്റ് നീക്കം പോലീസ് സജീവമാക്കിയത്. അറസ്റ്റ് ഭരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട്, അതായത് ഈ കോടതി സ്റ്റേഷനിൽ ഹാജരാകേണ്ടതില്ല എന്നൊരു നിലപാടാണ് പി.സി. ജോർജ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് BJP നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇതിനിടെ പി.സി. ഒരുപക്ഷെ സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നുള്ള ഒരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പൂഞ്ഞാറിലെ വസതിയിൽ പി.സി. ജോർജ് ഇല്ല. നിലവിൽ മറ്റെവിടെയോ ആണ് എന്നുള്ളത് മാത്രമാണ് ഈ വീട്ടുകാർ നൽകിയിരിക്കുന്ന ഒരു മറുപടി. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം ഘടിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. പക്ഷേ ഒരു ധൃതി പിടിച്ചുള്ള ഒരു അറസ്റ്റ്, അത് മുമ്പും നേരത്തെ പി.സി. ജോർജിന് പല കേസുകളിലും സമാനമായ കേസുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു രാഷ്ട്രീയമായി ഒരു നേട്ടം പി.സി. ജോർജിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് പോലീസിനുണ്ട്. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ അറസ്റ്റ് അടക്കം ഉള്ള നടപടികളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസിന്റെ ഒരു ശ്രമം. യെസ്, പി.സി. ജോർജ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നാണ് വിവരം. അറസ്റ്റിനുള്ള നിർദ്ദേശം വളരെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം DGP നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പോലീസ് 2 വട്ടം പി.സി. ജോർജിന്റെ വീട്ടിലെത്തിയത്. പക്ഷേ പി.സി. ജോർജ് അവിടെയില്ല. എവിടെയാണ് എന്നത് കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. വിവരങ്ങളാണ് സാജിദ് അജ്മലും സിജോ വിജോണും നൽകിയത്.
മറ്റു വാർത്തയിലേക്ക്. ബ്രൂവറി വിഷയത്തിൽ രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള വാദങ്ങളുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മദ്യ പ്ലാന്റിൽ മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തിന്റെ വാ അടപ്പിച്ചെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആരോപണം. പഴയ CPI അല്ല ഇപ്പോഴത്തെ CPI എന്നും ബിനോയ് വിശ്വത്തിന്റെ വാക്കിന് വിലയില്ലാതായെന്നും ചെന്നിത്തല ആരോപിച്ചു. അതേസമയം വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടില്ലെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. CPI പറഞ്ഞ കാര്യം നടപ്പിലാക്കിയെന്നും ബ്രൂവറി കൃഷിയെയും കുടിവെള്ളത്തെയും ബാധിക്കില്ലെന്നും ബിനോയ് വിശ്വം വാദിച്ചു. ഇരു നേതാക്കളുടെയും പ്രതികരണത്തിലേക്ക്. ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് CPIയുടെ MN സ്മാരകത്തിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു. അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല. അതുകൊണ്ട് ബിനോയ് വിശ്വത്തിന്റെ വാക്കിനൊന്നും ഒരു വില ആരും കൽപ്പിക്കുന്നില്ല. അതൊക്കെ പഴയ കാലത്തെ CPI ആണ്. ഇപ്പോഴത്തെ CPIക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു തൻ്റെ ഇടമോ ആർജവമോ ഇല്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കുക. CPI പറഞ്ഞ കാര്യം എന്താ? കുടിവെള്ളത്തിന് പ്രാധാന്യം വേണം, കൃഷിക്ക് പ്രാധാന്യം വേണം. LDF തീരുമാനിച്ചത് ബ്രൂവറി വരുമ്പോൾ കുടിവെള്ളത്തെ കൃഷിയെ ബാധിക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ട് വരാവൂ എന്നുള്ളത് LDF തീരുമാനമായിട്ട് മാറി. അത് വിജയമല്ലേ CPIയുടെ? വിജയമാണ്. CPI ബഹുമാനബോധം രമേശ് ചെന്നിത്തലയ്ക്കോ ആർക്കെങ്കിലും പണയപ്പെടുത്തിയൊന്നല്ല. രമേശ് ഒന്ന് മാന്തിയാൽ ആർക്കും കൊത്താവുന്ന എന്നെ കിട്ടില്ല. അതൊക്കെ കോൺഗ്രസ് നോക്കിയാൽ മതി. സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സൈഫ, ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് ബിനോയ് വിശ്വത്തിന്റെ മറുപടി എന്താണ്? ബിനോയ് വിശ്വം ഒരു തരത്തിലൊരു രക്ഷപ്പെടലാണ് നടത്തിയിരിക്കുന്നത്. ഹോം ഗ്രൗണ്ടിലെ തോൽവിയാണ് CPIക്ക് കഴിഞ്ഞ LDF യോഗത്തിലുണ്ടായത്. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയെ കർശനമായി എതിർക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം ബിനോയ് വിശ്വത്തിന് നൽകിയിരുന്നു. പക്ഷേ ആ എതിർപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ വിലപ്പോയില്ല. അപ്പോഴും CPI പറഞ്ഞു നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ കേട്ട ആ വാദത്തോട് കൂടിയാണ്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർക്കുലറിൽ ഒരു വാചകമുണ്ടായിരുന്നു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാല നിർമ്മിക്കുമ്പോൾ അവിടെ ജലവിതരണത്തിന് തടസ്സമുണ്ടാകരുത്, കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണം, കൃഷിക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, അങ്ങനെ ആ പദ്ധതി നടപ്പാക്കണം എന്ന് ഇടതുമുന്നണിയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ അത് LDF കൺവീനർ പറഞ്ഞില്ല. ചോദിച്ചപ്പോഴാണ് ചില വാചകങ്ങൾ അങ്ങനെ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ മുഖം ചില പ്രശ്നത്തിൽ CPI നിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ചില വാദങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ മറികടക്കാൻ വേണ്ടി ബിനോയ് വിശ്വം പറഞ്ഞ് രക്ഷപ്പെടുന്ന ചില വാചകങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. CPI ചില കാര്യങ്ങൾ LDF യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. അത് പൂർണ്ണതോതിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ പദ്ധതി പൂർണ്ണമായും വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിച്ചേരണം എന്ന ആവശ്യമായിരുന്നു ബിനോയ് വിശ്വം മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് നടക്കില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അതോടുകൂടി CPIയുടെ ആ നിലപാട് അവിടെ ഒലിച്ചു പോവുകയാണ് നമുക്ക് ചെയ്തത്. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില വാദങ്ങൾ CPI മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് കാണാൻ കഴിയുക. ദിവ്യ, യെസ്, ബ്രൂവറിയുടെ കാര്യത്തിൽ CPI പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് തടി തപ്പാനുള്ള ശ്രമമാണ് ബിനോയ് വിശ്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ചെന്നിത്തല തന്റെ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. സെയ്ഫ് സൈനുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ബ്രൂവറിയുമായി മുന്നോട്ടു പോകാനുള്ള സർക്കാർ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് പാലക്കാട് രൂപത. സാമ്പത്തിക ഉറവിടം വറ്റിവരണ്ടു പോകുമ്പോൾ ഏതെങ്കിലും വിധേന പണമുണ്ടാക്കാമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും പീറ്റർ കൊച്ചുപുരയ്ക്കൽ ആവശ്യപ്പെട്ടു. മദ്യനിർമ്മാണശാല അതൊരു ഉചിതമായ തീരുമാനമല്ല. ഒരു തലമുറയെ മുഴുവനും നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യമാണ്. ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് ഇവിടെയുള്ള എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഈ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള മേഖലകൾ ധാരാളം വേറെ കണ്ടെത്താനായിട്ട് സാധിക്കുമല്ലോ. അതിലേക്കാണ് പോകേണ്ടത്. കൊച്ചിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് വമ്പിച്ച സ്വീകാര്യത. ഇതുവരെ 40,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ലഭിച്ചത്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ 3000-ഓളം പേർ പങ്കെടുക്കുന്ന ഉച്ചകോടി ഇന്ന് സമാപിക്കും. നിക്ഷേപത്തിന് പറ്റിയ എല്ലാ അന്തരീക്ഷവും കേരളത്തിലുണ്ടെന്നും ഇതുവരെ ലഭിച്ചതിനേക്കാൾ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി KN ബാലഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു. രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേരളത്തെ തേടിയെത്തുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് നിക്ഷേപം നടത്തുകയെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് പറഞ്ഞു. Today we have decided to start a new investment in Kerala
with the support of the Kerala government, with the investment of more than 5,000 crores. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ മലബാർ സിമന്റ്സ് വാടകയ്ക്കെടുത്ത സ്ഥലത്തായിരിക്കും യൂണിറ്റ്. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപമെത്തും. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന വാഗ്ദാനമാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെ നിക്ഷേപവും നടത്തും. ലുലു ഗ്രൂപ്പിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾ ഉടനറിയാം. ഇനിയുമേറെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നതായും കേരളത്തിൽ നിക്ഷേപത്തിനുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ മീഡിയ വണ്ണോട് പറഞ്ഞു. സർവോപരി ലോകത്താകെ ഉണ്ടാകുന്ന അസമാധാനത്തിൻ്റെതായ പല അന്തരീക്ഷമുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായി സമാധാനത്തോടുകൂടി ജീവിക്കാനും വ്യവസായം നടത്താനും പറ്റുന്നൊരു സ്ഥലമാണ്. എല്ലാവിധ പിന്തുണയും ഗവൺമെന്റിന്റെ, എക്സിക്യൂട്ടീവിന്റെ, ജനങ്ങളുടെ എല്ലാം ഭാഗത്തുനിന്ന് ഉണ്ടാവും. ഉച്ചകോടിയിൽ വന്ന നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ വൈകിട്ട് മന്ത്രി P. രാജീവ് വിശദീകരിക്കും. മീഡിയ വൺ, കൊച്ചി. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റ് വൈകിപ്പിക്കാൻ BJP നേതാവ് PC ജോർജിന്റെ ശ്രമം. തിങ്കളാഴ്ച ഹാജരാകാമെന്ന് അഭിഭാഷകൻ വഴി PC ജോർജ് പോലീസിനെ അറിയിച്ചു. ജോർജ് വീട്ടിലില്ലെന്നാണ് വിശദീകരണം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഹാജരാകാമെന്ന സന്നദ്ധത അറിയിച്ച് അറസ്റ്റിൽ നിന്ന് തടിതപ്പാനുള്ള ശ്രമമാണോ PC ജോർജ് നടത്തുന്നത്? ദിവ്യ, അറസ്റ്റ് നടപടികൾ ഉറപ്പായതിന്റെ പശ്ചാത്തലത്തിലാണ് PC ജോർജ് ഇത്തരത്തിലൊരു അടവ് നയം നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും PC ജോർജ് ഇപ്പോൾ അഭിഭാഷകൻ മുഖേന നെയ്യാറ്റുപേട്ട പോലീസിൽ അറിയിച്ചിരിക്കുന്ന വിവരം തിങ്കളാഴ്ച ഹാജരാകാമെന്നാണ്. താൻ ഇപ്പോൾ വീട്ടിലില്ല, ഇപ്പോൾ പോലീസ് നടപടികളുമായി സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അഭിഭാഷകൻ മുഖേന അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ 2 തവണ PC ജോർജിന് നോട്ടീസ് നൽകാൻ പോലീസ് വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ PC ജോർജിന് നേരിട്ട് നോട്ടീസ് കൈപ്പറ്റാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അവർ മടങ്ങുകയും ചെയ്തു. കുടുംബാംഗങ്ങൾ PC ജോർജിന് വേണ്ടിയുള്ള നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായിരുന്നു. എന്നാൽ നേരിട്ട് പ്രതിയായ ആൾക്ക് തന്നെ നോട്ടീസ് നൽകണമെന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അത്തരത്തിൽ പോലീസിന് 2 വട്ടം വീട്ടിലെത്തി മടങ്ങേണ്ടത് വന്നത്. എന്തായാലും PC ജോർജ് ഒളിവിലാണെന്നുള്ള സൂചനകൾ ഉച്ചയ്ക്ക് അല്പം മുമ്പ് പുറത്തു വന്നിരുന്നു. നേരത്തെ ആദ്യം തൊടുക്കപ്പെട്ട അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്നും പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമെന്ന ഘട്ടത്തിൽ PC ജോർജ് വീട്ടിലില്ല എന്നുള്ള വിവരം സ്ഥിരീകരിച്ചിരുന്നു. PC ജോർജ് തിരുവനന്തപുരത്താണ് എന്നുള്ള വിവരമാണ് കുടുംബാംഗങ്ങൾ പങ്കുവച്ചത്. എന്നാൽ പോലീസ് അത് വിശ്വാസത്തിലെടുക്കുന്നില്ല. PC ജോർജിന്റെ മൊബൈൽ ഫോണും വാഹനവും ഒക്കെ വീരാറ്റുപേട്ടയിലെ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷേ PC ജോർജ് അറസ്റ്റ് ഒഴിവാക്കാൻ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അഭിഭാഷകൻ മുഖേന തിങ്കളാഴ്ച ഹാജരാകാമെന്നുള്ള അറിയിപ്പ് പോലീസിന് നൽകിയിരിക്കുന്നത്. എന്തായാലും അത് പോലീസ് അറിയിപ്പ് അല്ലെങ്കിൽ PC ജോർജിന്റെ അഭിഭാഷകൻ മുഖേന നൽകിയ വിവരം അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒട്ടേറെ വിമർശനങ്ങൾ പോലീസ് PC ജോർജിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസും സർക്കാരും കേട്ടിരുന്നു. ആ വിമർശനങ്ങൾ തുടരുന്നതിനിടെയാണ് അറസ്റ്റ് വേണമെന്നുള്ളൊരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തായാലും PC ജോർജ് അറസ്റ്റ് ഒഴിവാക്കുന്നതിനായി അല്ലെങ്കിൽ അറസ്റ്റ് നടപടികൾ വൈകിപ്പിക്കുന്നതിനായുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിങ്കളാഴ്ച ഹാജരാകാമെന്നാണ് PC ജോർജ് അഭിഭാഷകൻ മുഖേന പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ജോസി ബാബു നൽകിയത്. ആശാവർക്കർമാരുടെ സമരത്തിൽ ഇടപെട്ട് CPI. ഒത്തുതീർപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടണമെന്ന് CPI നേതാവ് C. ദിവാകരൻ ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ സമരം ജീവിക്കാനുള്ളതാണെന്നും അത് കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യമന്ത്രി ക്രൂരനാണെന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ശമ്പള വർധനവടക്കം ആവശ്യപ്പെട്ട് ആശാവർക്കർമാർ നടത്തുന്ന സമരം ഇന്ന് 13 ദിവസം പിന്നിടുകയാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം ദേശീയ ശ്രദ്ധയിലെത്തി കഴിഞ്ഞു. എത്രയും വേഗം ഒത്തുതീർപ്പാക്കണം. മുഖ്യമന്ത്രി ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ആശാവർക്കർമാരുടെ സമരം തീരുമെന്നുമായിരുന്നു C. ദിവാകരന്റെ പ്രതികരണം. ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സമരം തീരും. അതിന് അദ്ദേഹം സന്നദ്ധനാവണം. ആശമാരുടേത് ജീവിക്കാനുള്ള സമരമാണ്. 13 ദിവസമായി നടക്കുന്ന സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന മുഖ്യമന്ത്രി ക്രൂരനാണെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. ഗവൺമെന്റ് CPM-ന്റെയും ഇടതു മുന്നണിയുടെയും സർക്കാർ വക്കീലന്മാർക്ക് വാരിക്കോരി കൊടുത്തു. ഇപ്പോൾ വീണ്ടും
എല്ലാവരുടെയും ആനുകൂല്യം വർദ്ധിപ്പിക്കുകയാണ്. പക്ഷേ ആശാ വർക്കർമാർക്ക് എന്തുകൊണ്ട് ഇത് കൊടുക്കുന്നില്ല? വേതനം നിലവിലുള്ള 7,000 രൂപയിൽ നിന്ന് 21,000 ആക്കി ഉയർത്തുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. അതേസമയം സമരത്തിന് കൂടുതൽ പേർ ഐക്യദാർഢ്യവുമായി എത്തുന്നതോടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് സമരക്കാർ. മീഡിയ 1 തിരുവനന്തപുരം. മുണ്ടക്കൈ ദുരന്തബാധിതരുടെ കുടിൽകെട്ടി സമരം ബാഹ്യപ്രേരണയാലെന്ന പരോക്ഷ വിമർശനവുമായി മന്ത്രി കെ രാജൻ. ദുരന്തബാധിതരുടെ മനോനില ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്താൻ ആരും ശ്രമിക്കരുതെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. അർഹരായ ആരെയും ഒഴിവാക്കില്ല. പുനരധിവാസത്തിൽ രാഷ്ട്രീയമില്ലെന്നും 2 ഘട്ടത്തിലും നിർമ്മിക്കുന്ന വീടുകൾ ഒരുമിച്ച് കൈമാറുമെന്നും കെ രാജൻ വ്യക്തമാക്കി. അതേസമയം മുണ്ടക്കൈയിൽ ദുരിതബാധിതർ കുടിൽകെട്ടി സമരം ചെയ്യും. നാളെ രാവിലെ 8 മണിക്ക് സമരം ആരംഭിക്കുമെന്ന് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു. മണിക്കൂറുകൾക്കകം, ദിവസങ്ങളല്ല ഞാൻ പറയുന്നത്, മണിക്കൂറുകൾക്കകം ആ പരാതി പരിഹരിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള ആളുകളോട് രാഷ്ട്രീയപരമായോ സംഘടനാപരമായിട്ടോ ഒരു യുദ്ധത്തിനും ഗവൺമെന്റ് ഇല്ല. അങ്ങനെ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം വൈകുന്നതിനിടെ ദേശീയ നേതാക്കളെ പാണക്കാട് എത്തിച്ചു PV അൻവർ. TMC നേതാക്കളായ ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ കണ്ടു. സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും മുന്നണി പ്രവേശനം UDF ചർച്ച ചെയ്യുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. രാവിലെ PV അൻവറിനൊപ്പമാണ് ഡെറിക് ഒബ്രിയനും മഹുവ മൊയ്ത്രയും പാണക്കാടെത്തിയത്. സാദിഖ് അലി തങ്ങളുമായുള്ള TMC നേതാക്കളുടെ കൂടിക്കാഴ്ച അരമണിക്കൂറിലേറെ നീണ്ടു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം ഇങ്ങനെ: തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാര് അവർ കേരളത്തിലെ അവരുടെ പാർട്ടി പരിപാടികൾക്ക് വന്നതായിരുന്നു. അപ്പോൾ മലപ്പുറത്ത് വന്നപ്പോൾ പാണക്കാട് വരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇവിടെ വന്നു. പാണക്കാടിനെ കുറിച്ചൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, ഇന്ത്യ അലയൻസിന്റെ ഭാഗമായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഭാഗം തന്നെയാണല്ലോ. പിന്നെ UDF ചർച്ച ചെയ്തിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. സൗഹൃദ സന്ദർശനമെന്ന് PV അൻവറും പ്രതികരിച്ചു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ, താമരശ്ശേരി ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാലിൽ എന്നിവരുമായും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. തൃണമൂൽ കോൺഗ്രസിന്റെ UDF മുന്നണി പ്രവേശനം വൈകുന്ന സാഹചര്യത്തിൽ സാമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. നാളെ മഞ്ചേരിയിൽ നടക്കുന്ന TMC സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഡെറിക് ഒബ്രിയനും മഹുവ മൊയ്ത്രയും കേരളത്തിലെത്തിയത്. മീഡിയ 1 മലപ്പുറം. ഇടുക്കിയിലെ അനധികൃത പാറ ഖനനവുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അന്വേഷണം തുടങ്ങി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം സബ് കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പരിശോധന നടത്തുന്നത്. ഇതിനിടെ 2 വില്ലേജുകളിൽ പാറ ഖനനത്തിന് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് കാട്ടിയുള്ള മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടും പുറത്തുവന്നു. എല്ലാ അനധികൃത ഖനനത്തിന് പിന്നിലും CPM ആണെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. പാറ ഖനനം നടക്കുന്നതായി മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിലുള്ള ഇടുക്കി താലൂക്കിലെ 2 വില്ലേജുകളിലാണ് സ്ഥിതി രൂക്ഷമായിരിക്കുന്നത്. ഉപ്പുതോട്, തങ്കമണി വില്ലേജുകളിൽ പാറ ഖനനത്തിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തണമെന്ന് കാട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ ജിയോളജി വകുപ്പ് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പും പുറത്തുവന്നു. അനധികൃത പാറ ഖനനവും മണ്ണെടുപ്പും പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകർത്തെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇടുക്കിയിലെ ഖനന പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ CPM ആണെന്നും നേതൃത്വം നൽകുന്നത് ജില്ലാ സെക്രട്ടറിയും കുടുംബവുമാണെന്ന ആരോപണവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. അവിടെ നടക്കുന്ന എല്ലാ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും, കോറികളും എല്ലാം CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ അറിവോടെയാണ്, അദ്ദേഹത്തിന്റെ ബിനാമികളാണ്. സബ് കളക്ടർമാർക്ക് പുറമെ അനധികൃത ഖനനം നടന്നതായി കണ്ടെത്തിയ പ്രദേശങ്ങളിലെ SHO, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, ജിയോളജിസ്റ്റ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ട്. ഉടുമ്പൻചോലിയിലും ബാലഗ്രാമിലും ഉൾപ്പെടെ വ്യാപക ഖനനം നടന്നയിടങ്ങളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ജില്ലയിൽ അനധികൃത ഖനനം വ്യാപകമായി നടക്കുന്നുണ്ടെന്ന പരാതിയുടെയും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെയും പശ്ചാത്തലത്തിലാണ് നടപടി. മീഡിയ 1 ഇടുക്കി. കടൽ ഖനനത്തിനെതിരെ കൊല്ലത്ത് DCCയുടെ നേതൃത്വത്തിൽ സമുദ്ര രാപ്പകൽ സമരം. വൈകിട്ട് 5 മുതൽ നാളെ രാവിലെ 8 വരെ കൊല്ലം ഹാർബറിലാണ് സമരം. മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ വള്ളങ്ങൾ നിരത്തി പകലും രാത്രിയും അതിലിരുന്ന് സത്യഗ്രഹ സമരം നടത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കടൽ ഖനനത്തിൽ കേന്ദ്ര തീരുമാനത്തിനെതിരെ UDFുമായി യോജിച്ച സമരത്തിന് തയ്യാറെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കൊല്ലം റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. പുലർച്ചെ 1:30യോടെയാണ് പോസ്റ്റ് കണ്ടത്. എഴുകോൺ പോലീസ് എത്തി പോസ്റ്റ് നീക്കം ചെയ്തു. അട്ടിമറി ശ്രമമടക്കം റെയിൽവേ പോലീസ് പരിശോധിക്കുന്നു. പ്രതികളുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ മീഡിയ 1 ലഭിച്ചു.
ഇന്ന് പുലർച്ചെ 2 തവണയാണ് ഈ കുണ്ടറ ആറുമുറി കടയ്ക്ക് സമീപത്തുള്ള ഈ റെയിൽവേ ട്രാക്കിൽ 2 തവണ പോസ്റ്റ് ഈ ട്രാക്കിന് കുറുകെ ഇട്ട നിലയിൽ കാണപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ 12:30യോടുകൂടിയായിരുന്നു ട്രാക്കിൽ കാണപ്പെട്ടത്. അതിനെ ഇവിടെ നിന്ന് എഴുകോൺ പോലീസിൽ ഉൾപ്പെടെ വിവരമറിയിക്കുകയും പോലീസ് അതിനെ ഇവിടെ നിന്നെടുത്ത് സമീപത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വീണ്ടും ഇതേ ട്രാക്കിൽ തന്നെ ആ പോസ്റ്റ് വന്നതോടുകൂടെയാണ് സംശയങ്ങളുണ്ടായത്. തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഇവിടേക്ക് എത്തുകയും പോസ്റ്റ് സമീപത്തെ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. നാട്ടുകാരും പലതരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴുതിക്കുട്ടി പുറത്തുനിന്നങ്ങാണ്ട് വന്ന പാർട്ടികൾ 1, 2, 3 പേരല്ലത്. കാരണം 3 പേരെ കൊണ്ടൊന്നും അത് പൊക്കിക്കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്തായാലും എഴുകോൺ പോലീസ് രാവിലെ എത്തി പ്രാഥമികമായൊരു അന്വേഷണമൊക്കെ നടത്തി. ഇപ്പോൾ പുനലൂർ RPF സംഘത്തിനാണ് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല. 3:30 അടുത്ത് വരേണ്ടിയിരുന്നത് പാലരുവി എക്സ്പ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരികയുണ്ട്. റെയിൽവേ പോലീസ് സംഘം എല്ലാ തരത്തിലുള്ള ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് വരികയാണ്. അതായത് ഇത് സമീപത്തെ സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1. ഇടുക്കിയിൽ 2 വാഹനാപകടങ്ങളിലായി 4 മരണം. പന്നിയാറുകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. കട്ടപ്പന കരിമ്പാനിപ്പടിയിൽ കാറ് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ഒരു യുവാവ് മരിച്ചു. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,045 രൂപ, പവൻ 64,360 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 6,220 രൂപ, പവൻ 52,960 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ.